ഒന്നാമതായിട്ട് ഒരു പ്രവാചകനുണ്ടായിരുന്നല്ലോ. പ്രവാചകൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ രണ്ടാഴ്ച ആയിട്ടില്ല. ഒരു രാത്രി ഏതാണ്, പകലേതാണ്, ആന ഏതാണ്, ഒട്ടക ഏതാണ്, തേങ്ങ ഏതാണ്, മൊച്ചിലേതാണെന്ന് അറിയാത്ത ഒരു പൊട്ടൻ, ഒരു വക്കത്തിരിവും അല്ലെങ്കിൽ വ്യാഴാഴ്ച ഏതാ ശനിയാഴ്ച ഏതാണെന്ന് അറിയാത്ത ഒരു പൊണ്ണം വന്നിട്ട് മോഹൻലാലിനെതിരെ എന്തോ ഒന്ന് പറഞ്ഞപ്പം ഞാൻ 100 പ്രാവശ്യം ആലോചിച്ചെടുത്തിട്ട തീരുമാനമാണ്. ഇത് മുമ്പേ നമ്മൾ വേറൊരാളെ കേസ് കൊടുത്തേണ്ട അവർ ഒതുക്കിയിട്ടുണ്ട്. ഈ കേസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിൽ നമ്മുടെ ഈ നിയമം ഉണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ചിക്കിളി അല്ലെങ്കിൽ എന്തെങ്കിലും നക്കാനൊക്കെ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസും അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമമൊക്കെ അതിനനുസരിച്ച് നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ ഇവിടെ ഒരു മൂങ്ങ പോലുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അയാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കളികളുണ്ടെന്നൊക്കെ കുറേ ആളുകൾ പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എന്തൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഒന്നാമത്തെ വിഷയം അതാണ്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ പറഞ്ഞ കണക്കിൽ ഞാൻ മറ്റൊരാൾക്ക് കേസ് കൊടുത്ത അയാൾ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ്, ഇത് വേറെയാണ്. എടാ പൊന്ന് സിദ്ദീഖ്, എന്നെ സിദ്ദീഖെന്ന് വിളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വിളിച്ചു പോവുക. ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ അതൊന്നും ആരും കാണുന്നില്ല. അത് ആരും കണ്ടാലില്ലെങ്കിലും ശരി, ഇത് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കേട്ടോ, അത്രേ ഉള്ളൂ. വേറെ ഇനിയിപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടാനോ അരിൻ്റെ പൈസ കിട്ടാനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു ഇതൊന്നുമല്ല. ഇനി അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ്, സിദ്ദീഖ് നീ ഇമ്മാതിരി വെട്ടലത്തരങ്ങളൊക്കെ ഈ നാവിന്ന് എല്ലില്ല വിചാരിച്ചിട്ട് ഇങ്ങനെ വളയും പൊളയും എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ലതും അങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ ഇനി ഒന്ന് ആലോചിക്കണം. നീ ഇരുന്നത് ഈ കസാല ഇനിയൊരു സിനിമാക്കാരനാണ്. ഓക്കെ, ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലൻ്റെ ഉള്ളിൽ എന്താണ് ഫുള്ള് ഈ മാനവരിൽ മഹോന്നതന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മഹത്തികളാണോ? അല്ലല്ലോ, അങ്ങനെയൊന്നല്ലല്ലോ. ഇപ്പം ഈ മറ്റേ കഞ്ചാവും കള്ളടിച്ചും കണ്ട് നേരെ പോയി കണ്ട് നടിമാരുടെ വാതിലിന് മുട്ടി എന്ന് പറഞ്ഞാണ്ട് കരയുന്ന കുറച്ച് നടിമാരൊക്കെ ഉണ്ട് നിങ്ങളെ കൂട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ. അത് ഇപ്പോൾ പുറത്ത് ഇപ്പം ഈ മീഡിയാസോ ബാക്കി ഈ ടീംസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അയ്യോ എന്നെ പേടിപ്പിച്ച എൻ്റെ ചാരിത്രം അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന കുറച്ച് നടിമാർ. ഈ നടിമാർ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഇത് പോയി കിടന്നു കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ എല്ലാ നടിമാരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഒരു സിനിമയിൽ മുഖം കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകളെടുത്ത് ഈ പൈസ ഇത്ര വേണം, അത് 50,000 അത് 5 ലക്ഷമാണ്, സ്ത്രീകളാണെങ്കിൽ വേറെ ലെവലിൽ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നില്ല സിദ്ദീഖ് എൻ്റെ സിനിമൻ്റെ ഉള്ളിൽ. നീ വന്നിരുന്ന് കണ്ട് എനിക്കെന്തോ ഉറുമ്പിന് അധികാരം കിട്ടിയ മാതിരി ഒരു കസാലയിലൊക്കെ വന്നിരുന്ന് കണ്ട് ഇനി പറഞ്ഞിട്ടുണ്ടായില്ലടാ സിദ്ദീഖ്, ഒരു ഇത്തിരി ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് ഒരു പക്വമായ സംസാരം ഞാൻ ആദ്യം സംസാരിക്കേണ്ടിയിരുന്നു. ഓക്കെ, അതല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് അതാ ഞാനിതൊക്കണ പുതിയതായി വന്നിട്ടുള്ള ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ഞാനിതൊക്കണ ഈ സിനിമൻ്റെ ഉള്ളിൽ എല്ലാമായിട്ടുള്ള ഒരു ആൾമെക്റ്റിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് അങ്ങോട്ട് കരയുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അപ്പോൾ ഈ സംഭവിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചെറിയ വരിക ചെയ്യുന്നത്. ഇപ്പോൾ കാണാനില്ലല്ലോ ഇയാളെ 100 വട്ടം ആലോചിച്ചിട്ടും 30 വട്ടം ആലോചിച്ചിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ പരനാറി ഒരുമാതിരി മറ്റേ ഒരു ലക്കും ലഗാനില്ലാത്ത ആ വായന സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും ഒരു താല്പര്യം എനിക്കില്ല. നമുക്ക് അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഉണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സിദ്ദീഖ് ഇനി ഒരു പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ടുണ്ടേനു. സിനിമൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ആണെന്നുള്ളത് എനിക്ക് നല്ല ധാരണ ഉണ്ടല്ലോ. അപ്പം ഇനി ആ സമയത്ത് 100 പ്രാവശ്യം ആലോചിച്ചെടുത്തിട്ട് തീരുമാനം ഈ സിനിമൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു സംഗതികളെക്കുറിച്ചൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഇത്തിരി ഉളുപ്പുള്ള ഒരുത്തനാണ് ഞാൻ ആലോചിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒന്നിരുന്നും കണ്ട് വെള്ളം കിട്ടുമെന്ന് കണ്ട് ഞാനെന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, എൻ്റെ സിനിമ കണ്ടാലും ഇയാളുടെ സിനിമ ഇനിയിപ്പോൾ സിനിമ മേഖല ആരുടേതാണെന്നുണ്ടെങ്കിലും സിനിമ കാണാൻ നമുക്ക് ആസ്വദിക്കാം, അവരുടെ ക്യാരക്ടറോട് ഇഷ്ടമുണ്ടാവും. പക്ഷെ വ്യക്തിപരമായി നോക്കുകയാണെന്നില്ല ഇനി ഒന്ന് 5 പൈസക്ക് ഇല്ലട സിദ്ദീഖ്, വെറും വേസ്റ്റാണ്. ആലോചിക്കുന്നുണ്ടോ? അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. ഞാൻ ഒരു ഈ മറ്റേ ഭൂമിയിലുള്ള സിനിമ മേഖലയിലുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഒന്നിരുന്ന് അങ്ങോട്ട് കരഞ്ഞുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നടിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ അത് അതിനെക്കാട്ടി അങ്ങേ പറയാണ് ഉള്ളത്. പറയുന്നത് എന്താ, ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി ഇത് കിട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ താന്തിയില്ല, തള്ളിയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ സ്വന്തം ശരീരമാണെങ്കിൽ അതും ഓക്കെ. അങ്ങനെയൊക്കെ പോയി ഊമ്പി കൊടുക്കുന്ന നടിമാരുണ്ടാവും വേറെ. അത് എല്ലാവരും അങ്ങനെ ഒന്നും ആയിരിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആ നടിമാരിപ്പം അയ്യോ എൻ്റെ ചാരിത്രം പോയി എന്നെ നശിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ കരയുന്നുണ്ടാവും. അത് പുറത്താരും അറിയില്ല. ഉള്ളിൽ എന്താ പറയുക, ഇപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തല്ലേ ഈ സിദ്ദീഖ് പ്രവാചകൻ്റെയും അതല്ലെങ്കിൽ മോഹൻലാൽ ദൈവത്തിൻ്റെയൊക്കെ മുമ്പിലൊക്കെ ആയിരിക്കും കരയുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രവാചകനും ചിലപ്പോൾ ആ ദൈവമൊക്കെ കുട്ടുന്നു, അത് വേറെ കാര്യം.
കുറേ വാണങ്ങൾ ഇറങ്ങി സിനിമ എന്ന് പറയണം. സിനിമ ആണെന്നുണ്ടെങ്കിൽ മലയാള സിനിമ എന്നാൽ പറയിപ്പിക്കാത്ത നല്ല രീതിയിലുള്ള സിനിമകൾ എടുക്ക്. ഈ പഴയ വസന്തങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്ക്. നല്ല രീതിയിൽ പുതിയ ആളുകൾക്ക് എന്തെങ്കിലും അവസരങ്ങളൊക്കെ എടുത്ത് കൊടുക്ക്. നമ്മൾ മാത്രമാണ് ഇത് നമ്മുടെ കുത്തക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കല്ല ഓരോന്ന്.